വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഈ മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ. നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂണ് സോയ സോസ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനൊന്നുമല്ല ആഡ് ചെയ്യുന്നത്. ബോൺലെസ് ചിക്കനാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത്. നന്നായിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൾട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. കാരണം നമ്മൾ പിന്നെയും സോൾട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രേവി പോലെ ചെയ്യുമ്പോൾ നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സോയ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ സോൾട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഗ്രേവി പോലുള്ള സംഭവം റെഡിയാക്കാം. ആദ്യം തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എള്ളെണ്ണയാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് ഓനിയന് 2 ഓനിയനാണ് ഞാൻ എടുത്തത്. ക്യൂബായിട്ട് അരിയണം. നമ്മൾ ചിക്കൻ മഞ്ചൂരിയനിലേക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഓനിയൻ അരിഞ്ഞ് കൊടുക്കൽ. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. നമ്മൾ ഈ ടൈമിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ ക്യാപ്സിക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓപ്ഷണലായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു ഇതാണ്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയ സോസാണ് ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇനി നന്നായിട്ടൊന്ന് ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ച അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് കളറ് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം, റെഡ് കളർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ റെഡ് കളറിൻ്റെ പകരം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം ഗ്രേവി ഇല്ലാതെ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഇതെല്ലാം ഈ ഗ്രേവി ഒന്നായിട്ട് നമ്മൾ ഇതിൽ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഗ്രേവി ഇല്ലാതെയാണ് ഈ ഒരു മഞ്ചൂരിയൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് ഗ്രേവി അധികം വേണ്ടവർക്ക് കുറച്ച് മുന്നേ നമുക്ക് പ്ലെയിൻ ആക്കി എടുക്കാം. നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.